യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ആഗമനകാലം 3 വ്യാഴം. ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി ലഭിച്ചിരിക്കുന്ന തിരുവചനം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇതിൻ്റെ തലക്കെട്ട് പ്രകാരമാണ് യേശുവിൻ്റെ ജനനം എന്നതാണ് ഈ ഒരു വചനഭാഗത്തിൻ്റെ തലക്കെട്ട്. എന്നാൽ ഇത് വായിക്കുമ്പോൾ യൗസേപ്പ് പിതാവിനെ, ജോസഫിനെ കൂടുതലായിട്ട് എടുത്തു കാട്ടുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വചനപ്രകാരമാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാനാൽ ഗർഭിണിയായത് കണ്ട് അറിയുന്ന യൗസേപ്പ് പിതാവ് ജോസഫ് നീതിമാനായതുകൊണ്ട് അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവിടെ ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു കാലയളവിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന സമയമെന്ന് പറയുന്നത് പുരുഷനും സ്ത്രീയും ഭർത്താവും ഭാര്യയുമായി തീരുന്നതിൻ്റെ ആദ്യപടിയാണ് വിവാഹ നിശ്ചയം എന്ന് പറയുക. ഇത് ദമ്പതികളുടെ ആ സഹവാസമായിരുന്നു അവർ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സഹവാസത്തിനിടയിൽ എന്തെങ്കിലും തിന്മ കണ്ടു കഴിഞ്ഞാൽ അവിടെ കല്ലെറിഞ്ഞു കൊല്ലുന്ന ശിക്ഷ വരെ ഉണ്ടായിരുന്ന സാഹചര്യമായിരുന്നു. അപ്പോൾ നീതിമാനായതുകൊണ്ട് യൗസേപ്പ് പിതാവ് പരിശുദ്ധ അമ്മയെ മറിയത്തെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിക്കുക. അപ്പോൾ ഇവിടെ എല്ലാം എടുത്തു കാട്ടുന്നത് ജോസഫിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ്. ജോസഫ് പ്രകാരമുള്ള വ്യക്തിയായിരുന്നു എന്ന് കാട്ടുവാനായി, നീതിമാനായിരുന്നു എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. വീണ്ടും കുറച്ചുകൂടി ആഴത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ജോസഫ് എന്ന നാമം, യോസേഫ് എന്ന ഹീബ്രു പദത്തിൻ്റെ അർത്ഥം വരുന്ന വർദ്ധിക്കുന്നവൻ എന്നതാണ് അതിൻ്റെ അർത്ഥം. വളർത്തുമകനിലൂടെ എന്നേക്കുമായി വർദ്ധിച്ച ഓർമ്മയാണ് ജോസഫിന് ഉള്ളത്. അപ്പോൾ ഇവിടെ ജോസഫിനെ കൂടുതലായിട്ടെടുത്ത് കാട്ടും. മത്തായിയുടെ സുവിശേഷം എടുക്കുമ്പോൾ പുതിയ നിയമത്തിലെ ഈ ജോസഫും മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്ന ജോസഫും പഴയ നിയമത്തിലെ ജോസഫും തമ്മിൽ ഏറെ സാമ്യമുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ സാമ്യം ഇപ്രകാരമൊക്കെയാണ്. രണ്ടുപേരും ഒരേ പേര് പങ്കിടുന്നവരാണ്. രണ്ടുപേരുടെയും പിതാക്കന്മാരുടെ പേര് യാക്കോബ് എന്നാണ്. രണ്ടുപേരോടും ദൈവം സ്വപ്നത്തിലൂടെയാണ് സംസാരിച്ചിരുന്നത്. രണ്ടുപേരും നീതിമാന്മാരും നൈർമല്യമുള്ളവരും ആയിരുന്നു. രണ്ടുപേരും തങ്ങളുടെ കുടുംബത്തെ രക്ഷിച്ചത് ഈജിപ്തിലേക്ക് കൊണ്ടുവന്നായിരുന്നു അവർ കുടുംബത്തെ രക്ഷിച്ചത്. ഇങ്ങനെ ഒരു സാമ്യത കാണിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം എടുത്തു കാട്ടുന്നത് ഇന്നത്തെ സുവിശേഷ ഭാഗം യൗസേപ്പ് പിതാവിനെ, ജോസഫിനെ എടുത്ത് കാട്ടി മുന്നിൽ നിർത്തുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഉണ്ടാകേണ്ട ഒരു കാഴ്ചപ്പാടാണ്. നമ്മുടെ കുടുംബത്തിലെ കുടുംബനാഥന്മാർ എടുത്ത് ഉയർത്തപ്പെടേണ്ട വ്യക്തികളാണ് എന്നുകൂടെയാണ് ഇവിടെ എടുത്ത് കാട്ടുക. നമ്മുടെ സ്വന്തം ഭവനത്തിൽ നമ്മുടെ അപ്പനും അമ്മമാരിലും ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് അപ്പനാണ് എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ എടുത്തു കാട്ടുന്നുണ്ട്. പിതാവിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ആ പ്രാധാന്യത്തിൽ നമ്മൾ ജീവിക്കുക. പിതാവ് പറയുന്നത് അനുസരിച്ച് ജീവിക്കുക. പിതാവിന് വീഴ്ചയുണ്ടാകുമ്പോൾ താങ്ങി നടത്തേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നുകൂടെയൊക്കെ എടുത്തു കാട്ടുന്ന സുവിശേഷ ഭാഗം. യൗസേപ്പ് പിതാവ് നല്ലൊരു പിതാവായിരുന്നു, നല്ലൊരു ഭർത്താവായിരുന്നു, നല്ലൊരു കരുതലുള്ള അപ്പനായിരുന്നു. അങ്ങനെയൊക്കെ കൂടുതൽ കാര്യങ്ങൾ പറയുവാൻ പറ്റുന്ന ഒരു പിതാവായിരുന്നു യൗസേപ്പ് പിതാവ് എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് പല തലങ്ങളിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പനായിരിക്കുന്ന ഞാൻ നല്ല അപ്പനും നല്ല ഭർത്താവുമായിട്ട് മാറുക. മക്കളായിരിക്കുന്ന ഞാൻ അപ്പനെ നന്മയുള്ള അപ്പനായിട്ട് കാണുവാനും സ്നേഹിക്കുന്ന അപ്പനായിട്ട് കാണുവാനും അങ്ങനെ തുടങ്ങുന്ന നല്ല രീതിയിൽ കാണുവാനും പ്രവർത്തിക്കുവാനായിട്ടും നമുക്ക് സാധ്യമാകണം. ആ ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഭാര്യയായിരിക്കുന്ന ഓരോ വ്യക്തികളും നല്ലൊരു ഭാര്യയായിട്ട്, ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യയായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ഏത് തലത്തിലെടുത്താലും കൂടുതൽ പ്രാധാന്യം അപ്പന് ഉണ്ടാകുവാനായിട്ട്, കൂടുതൽ പ്രാധാന്യം മൂത്തവർക്ക് ഉണ്ടാകുവാൻ നമുക്ക് സാധ്യമാകും. അതിനു വേണ്ടിയാകണം ഓരോ ക്രിസ്തുമസും. ഈ ക്രിസ്തുമസിലൂടെ, ഈ ഒരു വചന ഭാഗത്തിലൂടെ
കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. ജോസഫിന് പ്രാധാന്യം നൽകുന്നു. സ്വന്തം കുടുംബത്തിൽ ഒരാൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ട ആ ഒരു വ്യക്തിയെ നമ്മൾ പ്രാധാന്യം നൽകി വേണം പോകുവാനായിട്ട്. അതിന് നമുക്കെല്ലാവർക്കും സാധ്യമാകട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.